ഹായ് ഫ്രണ്ട്സ്, എക്സാം ജോബ് ഐക്കൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. RBIയുടെ കീഴിൽ കേരളത്തിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജൂനിയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിലെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. RBIയുടെ കീഴിൽ കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജൂനിയർ എഞ്ചിനീയർ, സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ്. അപേക്ഷകൾ www.rbi.org.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ അയക്കേണ്ട അവസാന ദിവസം ജനുവരി 20 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ ജൂനിയർ എഞ്ചിനീയർ സിവിൽ, SC 1 വേക്കൻസി, ST 1, OBC 2, ജനറൽ 3, ആകെ 7 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, SC 1 വേക്കൻസി, ST 2 വേക്കൻസി, ജനറൽ 1 വേക്കൻസി, ആകെ 4 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 20നും 30 വയസ്സിന് മധ്യപ്രായമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ ജൂനിയർ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയോ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഡിപ്ലോമോ യോഗ്യതയുള്ളവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും എന്നാൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിപ്ലോമോ യോഗ്യതയുള്ളവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സെലക്ഷൻ പ്രോസസ് ഓൺലൈൻ എക്സാമിന്റെയും ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഓൺലൈൻ എക്സാമിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 ക്വസ്റ്റ്യൻ 50 മാർക്കിന് 40 മിനിറ്റ്, എഞ്ചിനീയറിംഗ് പേപ്പർ 1 40 ക്വസ്റ്റ്യൻ 100 മാർക്കിന് 40 മിനിറ്റ്, എഞ്ചിനീയറിംഗ് പേപ്പർ 2 40 ക്വസ്റ്റ്യൻ 100 മാർക്കിന് 40 മിനിറ്റ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 50 ക്വസ്റ്റ്യൻ 50 മാർക്കിന് 30 മിനിറ്റ്, ആകെ 180 ക്വസ്റ്റ്യൻ 300 മാർക്കിന് 150 മിനിറ്റ്. ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം മെറിറ്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതാണ്. ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് 20,700 രൂപ മുതൽ 80,236 രൂപ വരെ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ SC ST PWBD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ആയി 50 രൂപ പ്ലസ് 18% GSTയും എന്നാൽ OBC ജനറൽ EWS കാൻഡിഡേറ്റ്സിന് എക്സാം ഫീയും ഇന്റിമേഷൻ ചാർജായി 450 രൂപ പ്ലസ് 18% GSTയും അപേക്ഷ ഫീ ആയി നൽകേണ്ടതാണ്. കൂടുതലായുള്ള വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്